ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ എൻ്റെ യാത്രയിൽ നിങ്ങൾക്ക് കണ്ടു പരിചയമില്ലാത്ത കുറേ അധികം ആളുകൾ ഉണ്ടാവേ. കുറേ അധികം ആളുകളൊന്നുമല്ല, ഒന്ന് രണ്ട് പേർ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അവരെയൊക്കെ പരിചയപ്പെട്ടല്ലോ. ഈ ചിരിച്ച് പോസ് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ നന്ദിനി, പിന്നെ അവളുടെ തൊട്ടടുത്തിരിക്കുന്ന സ്നേഹിയും, പിന്നെ ഇയാളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ, അത് നമ്മുടെ പിങ്കി. പോയത് എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. കാരണം ഈ ബിരിയാണിയൊക്കെ കൊണ്ടുവയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് ഹോട്ടലാണ്, ഫുഡ് അടിക്കാൻ പോയതാണ് നമ്മളെന്ന്. അതെ ഗൈസ്, നമ്മൾ ഫുഡ് അടിക്കാൻ തന്നെ പോയതാണ്, ബിരിയാണി കഴിക്കാൻ. പക്ഷേ ഇത് ബിരിയാണി കഴിക്കാൻ തന്നെയുള്ള യാത്രയായിരുന്നോ എന്നുള്ളൊരു ചോദ്യമാണ്. കാരണം ഇത് ബിരിയാണി കഴിക്കാൻ വേണ്ടിയുള്ള യാത്രയല്ലായിരുന്നു. ഇതൊട്ടും പ്ലാൻ ചെയ്യാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ബിരിയാണി കഴിച്ച ഒരു ഡേ ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ആദ്യം പോയിട്ടുണ്ടായിരുന്നു അമ്പലത്തിലോട്ടായിരുന്നു, അമ്പലത്തിൽ ഊണ് കഴിക്കാൻ വേണ്ടി. പക്ഷേ അവിടെ പോയപ്പോഴത്തെ ഒരു വലിയ നീണ്ട ക്യൂ തന്നെ ഉണ്ടായതുകൊണ്ട് ആ ക്യൂ നിൽക്കാനുള്ള മടി കാരണം കൊണ്ടും പിന്നെ ഫുഡ് കിട്ടില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടും നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഹോട്ടലിലോട്ടായിരുന്നു. ഒട്ടും പ്ലാൻ ചെയ്യാതെ ബിരിയാണിയൊക്കെ കിട്ടുന്നതിന്റെ ആ സന്തോഷം ഒന്ന് പറഞ്ഞറിയിക്കണ്ട. പിന്നെ അതിന്റെ പുറത്താണെങ്കിൽ കുറെ അധികം സ്നാക്സ് ഒക്കെ ഉണ്ടായി. പക്ഷെ നമ്മൾ ആരും സ്നാക്സ് ഒന്നും വാങ്ങിയിട്ടില്ല. ബിരിയാണിയൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ സ്നാക്സ് ഒന്നും വാങ്ങാനുള്ള ഒരു മൂടൊന്നും ഉണ്ടായിരുന്നില്ലെന്ന്. പിന്നെ നമുക്ക് കുറച്ച് ഷോപ്പ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വിശാൽ മാർട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്ഥിരം ഷോപ്പിംഗ് സെന്റർ ആയ നമ്മുടെ സ്വന്തം വിശാൽ മാർട്ടിലോട്ടായിരുന്നു. അങ്ങനെ അവിടെ പോയാൽ നമ്മുടെ കണ്ണുകൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത എല്ലാ സാധനങ്ങളും പോയി കണ്ണടക്കും. കാരണം അവിടെ കുറേ അധികം നല്ല കളക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒറ്റ നോക്കി എല്ലാം അവിടെയൊക്കെ ചുറ്റി കറങ്ങിയിട്ട് മാത്രമേ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുള്ളൂ. അങ്ങനെ അവിടെ പോയാൽ നമ്മൾ മിസ് ചെയ്യാതെ നോക്കുന്ന കാര്യമാണ് പുതിയ ഡ്രസ് കളക്ഷൻ വന്നിട്ടുണ്ടോ. അങ്ങനെ ഇത്തവണയും കുറേ അധികം നല്ല ഡ്രസ് കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഉള്ള ഒട്ടുമിക്ക എല്ലാ കളക്ഷൻസും കൺകുളിർമ കണ്ടങ്ങ് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. ദൈവമേ, ഞാൻ എന്തായി കാണുന്നത്? ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ പോയ പോലെ ചേട്ടാ. എല്ലാം ഫ്രീ അല്ലേ? ഇനി നീ നിന്റെ ഡ്യൂട്ടി ഉടങ്ങിക്കോ. ഷോപ്പിങ്ങിന് കൊണ്ടുപോയില്ലെന്ന് പരാതി വേണ്ട. ഇത് കണ്ടോ ചേട്ടാ? അത് നീ എടുത്തോ? ഇത് ജപ്പാന്റെ ആണോ? അല്ല, രാജപ്പന്റെ അതൊക്കെ പറമ്പില്ല. അപ്പൊ ഈ സാധനം ഞാൻ എടുക്കുകയാണ്. ഷോപ്പിങ്ങിന് വന്നാൽ നമ്മളെല്ലാവരും CID മുസയിൽ ബിന്ദു പണിക്കറിനെ പോലെയാണ് കേട്ടോ. എന്തെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻസാണ്. അങ്ങനെ അവിടെ മൊത്തം ചുറ്റിക്കറങ്ങിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അവസാനം പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടുന്ന്. അങ്ങനെ അവസാനം ഒരു മിറർ ഫോട്ടോയ്ക്ക് ശേഷം നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുന്ന വഴിയിലാണെങ്കിലോ നമ്മളെ കോളേജിനടുത്തുള്ള കനാലിൽ കൂടി വെള്ളം തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ കോളേജിനടുത്തുള്ള മിനി വെള്ളച്ചാട്ടമൊക്കെ കണ്ടതിന് ശേഷം നമ്മളെല്ലാവരും തിരിച്ച് ഹോസ്റ്റലിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ കൊച്ചു വിശേഷങ്ങൾ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ കാണുന്നത്. ടാറ്റാ ബൈ ബൈ, സീ യു ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.